وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യാനിരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ, അതുല്യ പ്രവാചകൻ എന്ന വിഷയത്തെക്കുറിച്ചാണ്. സൂര്യനും ചന്ദ്രനും അനന്തകോടി താരകങ്ങളും തെളിഞ്ഞ പ്രകാശിച്ചിരുന്നിട്ടും ചരിത്ര പണ്ഡിതന്മാർ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ സാഹചര്യത്തിലാണ് വിശ്വവിമോചകൻ റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിലോകത്തേക്ക് പൂജാതരായി. കാലഘട്ടത്തിൽ ആവർത്തിക്കപ്പെടാത്ത ആശ്ചര്യ തേജസ്സായി മക്കയുടെ വിരുമാൽ അന്ത്യദൂതർ ജാതരായി. വിശ്വവിമോചനവും മാനവികതയുടെ ഗുണകാംക്ഷയും ആ തിരുജീവിതത്തിലൂടെ ലോകം ദർശിച്ചു. മാനവികതയ്ക്ക് സമൂലം മാറ്റം വരുത്തിയ ആ പുണ്യ നബിയുടെ ഭൗതിക ശരീരത്തിന് ജന്മം നൽകാൻ നാഥൻ തിരഞ്ഞെടുത്തത് ഉന്നത ശ്രേണിയിലെ ഉത്കൃഷ്ട കുടുംബത്തെയായി. സഭ്യതയുടെ അതിർവരമ്പുകൾ തേച്ചു മാറ്റി സ്ത്രീത്വത്തിന്റെ മാനം പിച്ചു ചീന്തി യഥേഷ്ടം ജീവിച്ചിരുന്ന സമൂഹത്തിൽ നിന്നും ഒരു സ്വാത്വിക കുടുംബം. ഖുറൈശി ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയുടെയും ഖുറൈശി ഗോത്രത്തിലെ സുഹരി കുടുംബാംഗമായ വഹബ് ബിൻ അബ്ദുൽ മനാഫിന്റെ മകൾ ആമിനയുടെ മകനായിക്കൊണ്ട് ക്രിസ്താബ്ദം 577 ഏപ്രിൽ 20-ാം തീയതി റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ഈ ലോകത്തെ മാറ്റിമറിച്ച, ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജാതരായി. ഭൗതിക ലോകത്തെ ആ ധന്യ ജീവിതത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയായി. ജാഹിലിയത്തിന്റെ ദുരാചാരങ്ങൾക്ക് നിത്യജീവൻ നൽകാൻ പ്രതിജ്ഞയെടുത്ത, ധാർമ്മിക മൂല്യങ്ങളെ അങ്ങേയറ്റം അവമതിച്ച, സ്വന്തം സന്താനങ്ങളെ പോലും ദുർഭൂതങ്ങളുടെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ സന്നദ്ധരായിരുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ നിന്നും ബഹുദൈവാരാധനയുടെ വടവൃക്ഷത്തെ വേരോടെ പിടിതെറിഞ്ഞ് തൗഹീദിന്റെ തിരുനാളം കൊണ്ട് ലോകാവസാനം വരെയുള്ള ജനകോളികളുടെ നായകന്മാരാക്കി മാറ്റിയെടുക്കുക എന്ന സമഗ്രമായ ദൗത്യമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആന്തരികവും ബാഹ്യമായ പ്രകാശം നൽകിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. സിറാജുൽ മുനീറ, പ്രഭചരിയുന്ന പ്രകാശനാളമെന്ന് അല്ലാഹു പരിചയപ്പെടുത്തിയ അല്ലാഹുവിന്റെ പുണ്യ നബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 പതിറ്റാണ്ടിലേറെ കാലത്തെ കഠിനാധ്വാനത്തിന്റെ ഫലം കൊണ്ട്, ശക്തമായ കുഫ്രിയത്ത് കൊണ്ട് ഇരുൾ ബാധിച്ച ജനഹൃദയങ്ങളെ ഈമാനിന്റെ അമൃതനി കൊണ്ട് ലോകം കീഴടക്കിയ നിസ്തുലിത വ്യക്തിത്വം അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഭാവ വൈശിഷ്ട്യങ്ങളുടെയും ശാരീരിക സൗന്ദര്യത്തിന്റെയും ഏറ്റവും ഉദാത്തമായ മാതൃക നൽകിയാണ് അല്ലാഹു തആല സൃഷ്ടിച്ചത്. സംസ്കാര പ്രക്രിയക്ക് വേഗത വർദ്ധിപ്പിക്കുന്നതിന് പ്രവാചകന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾക്കൊപ്പം അവിടുത്തെ ആകാര സൗഷ്ഠവത്തിന് വളരെ വലിയ പങ്കുണ്ടായിരുന്നു. വിശാലത്തിന്റെ ബാഹ്യ ശരീരത്തിന് ബശരീയത്തിന്റെ അഥവാ മനുഷ്യ സഹജമായതും നൂറാനിയത്തിന്റെ പ്രകാശമായതുമായ രണ്ടവസ്ഥ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുഗ്രഹിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ നിന്നും പേർ പിരിഞ്ഞു പോയിട്ട് 14 നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോക മുസ്ലിമീങ്ങളുടെ മുന്നിൽ ജീവിക്കുന്നത് പോലെയാണ്. അല്ലാഹുവിനോടുള്ള അനുരാഗമാണ് സത്യവിശ്വാസിയുടെ ഹൃദയം കീഴടക്കുന്ന ഒന്നാമത്തെ വികാരം. അത് കഴിഞ്ഞാൽ പ്രവാചകനോടുള്ള സ്നേഹവികാരമാണ് അതിൽ പ്രധാനം. പ്രവാചകരോടുള്ള സത്യവിശ്വാസികളുടെ സ്നേഹം തങ്ങളുടെ ജീവനോടുള്ളതിനേക്കാൾ ആഴമേറിയതാണ്. അതുകൊണ്ടാണ് എല്ലാ കാലത്തും പ്രവാചകന്മാർക്കെതിരെ ഇസ്ലാമിന്റെ മക്കൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ ദർശനം ജീവിക്കുന്ന ഇസ്ലാമിന്റെ മക്കൾ എക്കാലത്തും വിളക്കി മറിയുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പോലെ അംഗീകരിച്ചു പോയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ മൈക്കൽ അജ്ഹാൻ അദ്ദേഹത്തിന്റെ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് ഹിസ്റ്ററി അദ്ദേഹം 1978 ന്യൂയോർക്കിൽ വെച്ച് എഴുതിക്കൊണ്ടതായ പുസ്തകം
ലോകത്തിന്റെ അവർ കഴിഞ്ഞു പോയ ഉന്നതന്മാരായ നേതാക്കന്മാരുടെയും ദാർശനികന്മാരുടെയും തത്വചിന്തകന്മാരുടെയും 100 പേരടങ്ങുന്ന ഒരു പട്ടിക തയ്യാറാക്കിയപ്പോ അതിൽ ഒന്നാം സ്ഥാനം നൽകിയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിരുന്നു. അതായത് ലോകത്തിന്റെ അവർ കഴിഞ്ഞു പോയ എല്ലാ ദാർശനിക തത്വചിന്തകന്മാരിലും നേതാക്കന്മാരിലും ജനകോടികളുടെ ഹൃദയം കീഴടക്കിയ ഒരേ ഒരു വ്യക്തിത്വം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ബദ്ധവൈദികൾ ചരിത്രം മാറ്റിമറിക്കാൻ പാടുപെടുന്നുണ്ടാകാം. പക്ഷേ ലോകത്ത് ഇപ്പോഴും ആളുകൾ ഏറ്റവും കൂടുതൽ പഠിക്കുകയും പുകഴ്ത്തുകയും ദർശനങ്ങളെ പഠിക്കുകയും തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ ഉടമ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞു പോയത്. അദ്ദേഹം തന്റെ അഭിപ്രായം യങ് ഇന്ത്യ എന്ന് പറയുന്നതായ പത്രത്തിൽ 1924 അദ്ദേഹം പറയുകയുണ്ടായി, ഇസ്ലാം പ്രചരിച്ചത് ഒരിക്കലും ആളുകൊണ്ട് അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം, ആഗ്രഹം, വിശ്വാസം, ദൈവത്തോട് വിശ്വാസം, അത് കാരണം കൊണ്ട് മാത്രമാണ് ഇസ്ലാം പ്രചരിക്കാനുള്ള കാരണം. അദ്ദേഹം പറയുന്നു, ഞാൻ പ്രവാചകനെ കുറിച്ചുള്ള 2ാം ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ മനസ്സാകെ വിങ്ങിപ്പൊട്ടിപ്പോയി. ഇനി ആ പ്രവാചകനെ കുറിച്ച് പഠിക്കുവാൻ, പ്രവാചകനെ കുറിച്ച് വായിക്കുവാൻ ഈ പുസ്തകങ്ങളിലല്ലോ എന്നോർത്തുകൊണ്ട് ഇന്ത്യയുടെ മാനം, ഇന്ത്യയുടെ പ്രശസ്തി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഈ ഇന്ത്യ അടക്കി എന്റെ കയ്യിലേക്ക് ഈ ഇന്ത്യക്കാർക്ക് വേണ്ടി സ്വതന്ത്രമാക്കാൻ ശ്രമിച്ചപ്പോ ഞാൻ സ്വീകരിച്ച മാർഗം പ്രവാചകന്റേതായി. പ്രവാചകന്റെ നോമ്പ് അതായിരുന്നു എന്റേത്, സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെട്ടതാണ്. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ ലോകമാകെ അന്ധകാരനിബിഡമായിരുന്നപ്പോ കിഴക്കൻ ചക്രവാളത്തിന് താരകം ഉദിച്ചിരുന്നു. അത് ഈ ലോകത്തിന് ആശ്വാസവും ആനന്ദവുമേകി. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, കറുത്തവനായ മഹാത്മാഗാന്ധി വെളുത്തവന്റെ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തതിന് പരിശോധകന്റെ കയ്യിൽ നിന്നും അടികിട്ടിയത് 21ാം നൂറ്റാണ്ട് ചരിത്രമാണെങ്കിൽ, കറുത്തവനായ നെൽസൺ മണ്ടേല തന്റെ അവകാശം ചോദിച്ചതിന് 27 വർഷം ജയിലിൽ കിടന്നും 21ാം നൂറ്റാണ്ട് ചരിത്രമാണെങ്കിൽ, കറുത്തവനായ ബിലാലിനെയും വെളുത്തവനായ സൽമാൻ ഫാരിസിയെയും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് ലോകത്തിന് സമാനതകളില്ലാത്ത മാതൃക കാണിച്ചത് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചില്ല പ്രവാചകൻ. യൂറോപ്പ് പറഞ്ഞു, സ്ത്രീകളുടെ ആത്മാവ് മനുഷ്യന്റേതല്ല. കത്തോലിക്ക സഭ പറഞ്ഞു, സ്ത്രീകൾക്ക് സ്വർഗപ്രവേശനമില്ല. റോസാത്ത് പൂതളം പോലെയുള്ള തന്റെ മക്കളെ ജീവനോട് കുഴിയിലേക്ക് മുടിച്ചുകൂടിയുന്ന കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുമ്പിലൊക്കെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ കൊല്ലരുതേ, അത് നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ അമ്മമാരാണ്. സ്ത്രീകൾ നിങ്ങളുടെ അമ്മമാരാണ്, മക്കളാണ്. നിങ്ങൾ അവരാരെയും കൊല്ലരുതേ. നിങ്ങൾ അവരെ നല്ല രീതിയിൽ വളർത്തുകയും നല്ല രീതിയിൽ വിവാഹം ചെയ്ത് വിടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന് വേണ്ടി ഞാൻ ബാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ മക്കളായ നാം ഇവിടെ എത്ര തവണ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ട് ആരെങ്കിലും സലാത്തുല്ലയോ? പ്രവാചകന്റെ പേര് സലാത്തുല്ലാം ശ്രമിക്കുന്നില്ല. പക്ഷെ മറ്റു മതസ്ഥർ സലാത്തുല്ലെന്നുണ്ടെങ്കിൽ പോലും പ്രവാചകനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കും. നാം എന്തുകൊണ്ട് പഠിക്കുന്നില്ല? ആ പ്രവാചകന്റെ ജീവിതത്തിൽ നാം ഏറ്റവും അനുധാവനം ചെയ്യും. ഈ ലോകത്തിൽ ഇത്ര തെളിക്കപ്പെട്ട വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. അതുകൊണ്ടാണ് ലോകമായി അംഗീകരിച്ചത് പ്രവാചകൻ, അതിന്റെ പ്രവാചകൻ. പ്രിയമുള്ളവരെ, ആ റസൂലിന്റെ ജീവിതത്തെ നാം നമ്മുടെ ഘടിപ്പിക്കണം. നാം സലാത്ത് എപ്പോഴും അല്ലാഹുവിന്റെ പേർക്ക് അല്ലാഹു റസൂൽ സലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.